ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കിൽഡ് വർക്കർ വിസ എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് COS കിട്ടുമ്പോൾ ആ ഇമെയിലിൽ തന്നെ ലിങ്ക് കാണും. ആ ലിങ്ക് ഓപ്പൺ ചെയ്താണ് നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ലിങ്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അവിടെ എക്സ്റ്റെൻഡ് യുവർ വിസ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. താഴെ വരുമ്പോഴത്തേക്ക് അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. വേർ ആർ യു പ്ലാനിങ് ടു ലീവ് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ കറണ്ട് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നോ കൊടുക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഡു യു ഹാവ് UK ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ്? യെസ് കൊടുക്കുക. നിങ്ങളുടെ VRP കാർഡ് എക്സ്പയർഡ് ആണോ എന്ന് ചോദിക്കുന്നത്. യെസ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ VRP കാർഡ് എക്സ്പയർഡ് ആയിരിക്കുന്നത് ഇവിടെ 12 മാസത്തിനകത്താണ്. ജൂൺ കഴിയുമ്പോഴത്തേക്ക് അത് മോർ ദാൻ 80 months ആവും. അപ്പം എൻ്റേത് ലെസ് ദാൻ ആണ് 80 months. ഹാവ് യു എവർ പ്രൊവൈഡ് യുവർ ഫിംഗർ പ്രിൻറ്റ് ഫോർ എ UK വിസ ആപ്ലിക്കേഷൻ? അവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. VRP കാർഡിലെയും കറണ്ട് പാസ്പോർട്ടിലെയും നെയിം സെയിം ആണോ എന്ന് ചോദിക്കുന്നത്. യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വേണം. അത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഫോണിനാണ് കിട്ടുന്നത് എന്നാണ് അത് കാണിച്ചേക്കുന്നത്. അവിടെ സൈൻ ഇൻ കൊടുക്കുക. നിങ്ങൾ നേരത്തെ സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് ഡീറ്റെയിൽ കൊടുക്കുക. ഞാനിവിടെ നേരത്തെ ചെയ്തതുകൊണ്ട് സൈൻ ഇൻ കൊടുക്കുന്നു. ഇവിടെ VRP എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. VRP കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അത് മുകളിൽ റൗണ്ട് ചിഹ്നം കാണുന്നില്ലേ, അതുപോലെ നിങ്ങളുടെ VRP കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ എന്ന ഫോർമാറ്റിൽ കൊടുക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഒരു UK ഇമിഗ്രേഷൻ ID ചെക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ഫോണിലും കിട്ടത്തില്ല. എൻ്റെ കോൺഫിഗറേഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കും. ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ് എന്നുള്ളത് യെസ് എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. UK ഇമിഗ്രേഷൻ ID ചെക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തു അത് ഓപ്പൺ ചെയ്യുകയാണ്. അതിനകത്ത് കണക്ഷൻ കോഡ് എന്ന് ടൈപ്പ് ചെയ്തേക്കുന്നത് കാണാം. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക് സൈൻ ഔട്ട് ആവും. പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇവിടെ ഡോക്യുമെൻ്റായിട്ട് VRP ആണ് സെലക്ട് ചെയ്യേണ്ടത്. കണ്ടിന്യൂ കൊടുക്കുക. ഇതൊക്കെ എങ്ങനെ സ്കാൻ ചെയ്യണമെന്ന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇവിടെ VRP കാർഡിൻ്റെ 2 സൈഡും സ്കാൻ ചെയ്തു. സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ VRP കാർഡിൻ്റെ ആ ചിപ്പ് സ്കാൻ ചെയ്യുമ്പോഴാണ് അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇതുപോലെ ആ ക്യാമറ ഭാഗത്ത് ആ ചിപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്യുക. ആ ചിപ്പ് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുന്നു. ഒരു ക്ലിയർ ഇമേജ് ആയിരിക്കണം, ഷാഡോ ഒന്നും വരാൻ പാടില്ല. ഇവിടെ ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. യൂസ് ദിസ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ എടുക്കും.
നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും. അവിടെ സബ്മിറ്റ് കൊടുക്കും. തിരിച്ച് നമ്മൾ വീണ്ടും സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൈൻ ചെയ്ത സെയിം മെത്തേഡിലൂടെ തന്നെ പോവുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ സെലക്ട് ചെയ്യുക. കാരണം അതിനകത്ത് OTP വരും. ഞാനിവിടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു സെക്യൂരിറ്റി കാർഡായിട്ട് OTP വന്നിട്ടുണ്ട്. അതവിടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കും. ഇവിടെ നിങ്ങളുടെ ഐഡൻറ്റി ഇൻഫർമേഷൻ സബ്മിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കും. ഇവിടെ കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്നുള്ളത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കാം. അടുത്ത ഓപ്ഷൻ ലിങ്കിങ് കോഡ് ഫോർ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വിൽ എനി അതർ ഫാമിലി മെമ്പേഴ്സ് അപ്ലൈയിങ് ടു സ്റ്റേ ഇൻ ദ UK? ഇവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. കാരണം ഇവിടെ സ്പൗസും ചിൽഡ്രനും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ വേറെ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നോ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഞാനിവിടെ യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഹാവ് എനി അതർ ഫാമിലി മെമ്പേഴ്സ് സ്റ്റാർട്ടഡ് ദെയർ ആപ്ലിക്കേഷൻ? നോ കൊടുക്കുക, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഹൗ മെനി അതർ ഫാമിലി മെമ്പേഴ്സ് വിൽ ബി അപ്ലൈയിങ്? ഇവിടെ സ്പൗസും ഒരു ചൈൽഡും വരുന്നുണ്ട്. ഇവിടെ 2 എന്ന് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുക. താഴെ ഫാമിലി ലിങ്കിങ് കോഡ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ആ ലിങ്കിങ് കോഡ് എഴുതി സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കൂടുതൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് ചോദിക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകും. നമ്മൾ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തത് ഇമിഗ്രേഷൻ അഡ്വൈസർ ഡീറ്റെയിൽസ് ആണ്. ക്ലിക്ക് ചെയ്യുക. ആർ യു യൂസിങ് ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദി UK? നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ചേഞ്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ID ആദ്യത്തെ ഓപ്ഷൻ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇമെയിൽ ID വേണമെന്നുണ്ടെങ്കിൽ ചൂസ് അനദർ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ഏത് ഫോൺ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷൻ അവിടെ കാണും, കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ അഡ്രസ്സ്? അവിടെ പോസ്റ്റ് കോഡാണ് ചോദിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന പോസ്റ്റ് കോഡ് അവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സ് മാനുവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മൾ ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ അടുത്ത ഓപ്ഷൻ അതർ നെയിംസ് ഫോർ നാഷണാലിറ്റീസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എനി അതർ നെയിംസ്? നോ, കണ്ടിന്യൂ ചെയ്യുക. യുവർ ഐഡൻറ്റിറ്റി കാർഡ്? നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അതർ നാഷണാലിറ്റീസ് എന്നുള്ളത് നോ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ചേഞ്ചസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ പീപ്പിൾ അപ്ലൈയിങ് വിത്ത് യു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആർ യുവർ പാർട്ട്ണർ ഓർ ചിൽഡ്രൻ അപ്ലൈയിങ് വിത്ത് യു? അടുത്ത് യെസ് ക്ലിക്ക് ചെയ്യുക. നോ ആണ്, നിങ്ങൾക്ക് നോ ആണെങ്കിൽ അവിടെ നോ ക്ലിക്ക് ചെയ്യുക. ഞാൻ യെസ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഡു യു ഹാവ് എ സ്പൗസ് ഓർ പാർട്ട്ണർ അപ്ലൈയിങ് വിത്ത് യു? യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഗിവൺ നെയിമും സർനെയിമും ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡു യു ഹാവ് ചിൽഡ്രൻ അപ്ലൈയിങ് വിത്ത് യു? യെസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുക. അവിടെ നിങ്ങളുടെ ചിൽഡ്രൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കുക. ഇവിടെ ചിൽഡ്രൻസിൻ്റെ നെയിം കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ചിൽഡ്രൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കുക. ഡു യു ഹാവ് എനി അതർ ചിൽഡ്രൻ അപ്ലൈയിങ് വിത്ത് യു? ഞാനിവിടെ നോ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇവിടെ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക.
അടുത്ത ഓപ്ഷൻ യുവർ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ UK തന്നെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡം എന്ന് അടിച്ചു കൊടുക്കുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ഡീറ്റെയിൽസ് പരിശോധിക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ഡു യു ഹാവ് എ കറണ്ട് UK വിസ എന്നിടത്ത് യെസ് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുക. വാട്ട് എൻട്രി ക്ലിയറൻസ് എന്നുള്ളിടത്ത് സ്കിൽഡ് വർക്കർ വിസ എന്ന് ടൈപ്പ് ചെയ്യുക. അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വർക്ക് ഡീറ്റെയിൽസ് ആണ്. വർക്ക് ഡീറ്റെയിൽസിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന COSൽ അതെല്ലാം ഉണ്ട്. കണ്ടിന്യൂ ചെയ്യുക. ഡു യു ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമ്പർ ചോദിക്കുന്നു. യെസ് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ COS ഓപ്പൺ ചെയ്തേക്കുവാണ്. ഇവിടെ നിങ്ങളുടെ COS നമ്പർ ചോദിക്കുന്നു. നിങ്ങൾക്ക് പുതുതായി വന്ന COS നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങളുടെ COSൽ ആ നമ്പർ കാണും. ആ നമ്പർ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. വാട്ട് ഈസ് യുവർ വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യുക. COS നോക്കുക. ഇത് കണ്ടിന്യൂ ചെയ്യുക. വാട്ട് ഈസ് യുവർ വർക്ക് എൻഡ് ഡേറ്റ്, ആ ഡേറ്റും ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യുക. വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്പോൺസർ, അത് നിങ്ങളുടെ COSൽ അത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. സ്പോൺസറിൻ്റെ ലൈസൻസ് നമ്പറാണ് ചോദിക്കുന്നത്. അത് COS നോക്കി അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ടത് കണ്ടിന്യൂ ചെയ്യുക. ഈസ് ദിസ് ആപ്ലിക്കേഷൻ ഫോർ സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ SOC കോഡാണ് ചോദിക്കുന്നത്. അത് COSൽ കാണും. അത് നോക്കി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. SOC കോഡ് കറക്റ്റ് തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഈസ് യുവർ ജോബ് ഓൺ ദി ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് യെസ് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ആർ യു അപ്ലൈയിങ് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ വിസ യെസ് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ആർ യു രജിസ്റ്റേർഡ് വിത്ത് NMC യെസ് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. NMCയുടെ പിന്ന് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. 1 ഇയർ സാലറി എമൗണ്ട് നിങ്ങളുടെ COS കാണും. അത് എൻ്റർ ചെയ്യുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ 6 ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ബർത്ത് ഓഫ് കൺട്രി ചോദിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. എൻ്റർ യുവർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഹോം അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ആണോ നിങ്ങൾ താമസിക്കുന്നത്. യെസ് കൊടുക്കുക. ഇപ്പം ഏത് മന്ത് മുതൽ താമസം തുടങ്ങിയിരിക്കുന്നത്, അപ്പം ആ മാസം മുതൽ ചെയ്യുക. ഈ അഡ്രസ്സിലല്ല എന്നുണ്ടെങ്കിൽ നോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്രയൊക്കെ താമസിച്ചിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എബൌട്ട് യുവർ ഹോം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഐ റെൻറ്റിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റെൻ്റ് എഗ്രിമെൻറ്റിൻ്റെ കാണും അവരുടെ ഫുൾ ഡീറ്റെയിൽസ്. അതവിടെ എൻ്റർ ചെയ്യുക. ഞാനിവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു. ആൻസർ എല്ലാം വെരിഫൈ ചെയ്ത് ചേഞ്ചസ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്. ഞാനിവിടെ രണ്ടാമത്തെ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണ് ഉചിതമെന്ന് വെച്ചാൽ അത് ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുക. യുവർ കറണ്ട് പാർട്ണറിൻ്റെ ഗിവൺ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നത് അതെല്ലാം എൻ്റർ ചെയ്യുക.
അടുത്ത യുവർ പാർട്ണർ നെയിം ബൈ അനദർ നെയിം ഉണ്ടോ എന്ന് ചോദിക്കുന്ന നോ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ പാർട്ണറിൻ്റെ ടെലിഫോൺ നമ്പർ കോഡ് സഹിതം ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ പാർട്ണറിൻ്റെ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന യെസ് കൊടുക്കുക. ആ പാസ്പോർട്ട് ഡീറ്റെയിൽസ് മൊത്തം എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് യുവർ പേരൻസ്, അവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് പേരൻ്റ് മദർ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുക്കുക. അതർ പേരൻ്റ് യെസ് കൊടുക്കുക. നിങ്ങൾക്ക് നോ ആണെങ്കിൽ നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. എന്നോട് യെസ് കൊടുത്തിന് അടുത്ത പേരൻ്റ് ഫാദർ ക്ലിക്ക് ചെയ്യുന്നു. ഫാദറിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫുൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ഓപ്ഷൻ ട്രാവൽ ഹിസ്റ്ററിയാണ്. UK ടോട്ടൽ സമയം എത്ര വർഷം എത്ര മാസം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. UK പുറത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അത് ഏത് രാജ്യത്തായിരുന്നു, ഡേറ്റ്, മന്ത്, ഇയർ മുതൽ അത് എത്ര മാസം അവിടെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് എൻ്റെ ഡേറ്റ് വരെ ചെയ്ത് എൻ്റെ കാരണം കൂടി കാണിക്കണം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതല്ലാതെ വേറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഞാനിവിടെ യെസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് വേണം ഏത് രാജ്യത്താണ് പോയത്, എന്ന് മുതൽ എന്ന് വരെയുള്ളത്, അതിൻ്റെ കാരണവും അവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ എനിക്ക് കുറച്ച് പാർട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ചോദിക്കുന്നത് ഇതിന് മുമ്പ് 10 കൊല്ലത്തിനകത്ത് നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കേണ്ടത്. പിന്നെ കുറച്ച് കൺട്രിയുടെ ലിസ്റ്റ് തന്നിട്ട് ഈ കൺട്രിയിൽ നിങ്ങൾ വേൾഡ് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്തും ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ക്രിമിനാലിറ്റി. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇമിഗ്രേഷൻ ഹിസ്റ്ററി എന്നത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നോ ക്ലിക്ക്. ബ്രീച്ച് ഓഫ് UK ഇമിഗ്രേഷൻ ലോ, അവിടെ നോ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കൺവിക്ഷൻസ് ആൻഡ് അതർ പെനാൽറ്റീസ്, അവിടെ നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് വാർ ക്രൈംസ്, അവിടെ നോ കൊടുക്കുക. ഐ ഹാവ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷൻ ആൻഡ് വ്യൂസ്, ഇതെല്ലാം നോ ആണ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് വ്യൂസ്, ഇതെല്ലാം നോ ആണ്. ഇത് ഹൈ ഹാവ് റീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടർ, ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ക്ലിക്ക് ചെയ്യുക. അടുത്തത് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി, അവിടെ നോ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്ത് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തത് ഫിനാൻഷ്യൽ മെയിൻ്റനൻസ്, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റ് ഏതാണോ അത് സർട്ടിഫൈ യുവർ ഫിനാൻഷ്യൽ മെയിൻ്റനൻസ് എന്നുള്ളത് യെസ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതും നിങ്ങളുടെ COSൽ കാണും, അത് യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റ് സർട്ടിഫൈ യുവർ ഫിനാൻഷ്യൽ മെയിൻ്റനൻസ് യുവർ ഫാമിലി മെമ്പേഴ്സ്, അവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ COSൽ തന്നെ കാണും, യെസ് ഓർ നോ. അവിടെ ഞാൻ യെസ് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി, ക്ലിക്ക് ചെയ്യുക. അവിടെ യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ആൻസർ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് 3 സെറ്റ് ക്വസ്റ്റ്യൻസ് കാണാം.
അത് ഓരോ സെറ്റിലും ഓരോന്ന് സെലക്ട് ചെയ്ത് അതിന് ആൻസർ കൊടുത്ത് അങ്ങനെ 3 സെറ്റും കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. അടുത്ത ഓപ്ഷൻ ഡിക്ലറേഷൻ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഐ കൺഫേം എന്നുള്ള ആ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഡിക്ലറേഷൻ കഴിഞ്ഞ് അടുത്തത് പേയ്മെൻറ്റ്, അടുത്തത് എവിഡൻസ്, ഇതെല്ലാം കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുക. ഇത്ര സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന്. ഇവിടെ ഐ ആം ദി ആപ്ലിക്കൻ്റ് ഏജ്ഡ് 18 or over അത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ആപ്ലിക്കേഷൻ പേയ്മെൻ്റ് ആണ്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് സർവീസ് പേ 324 GBP സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ടോട്ടൽ പേയ്മെൻറ്റ് 324 ആണ്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. അത് സ്ക്രോൾ ചെയ്ത് താഴെ കണ്ടിന്യൂ വിത്ത് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ അപ്രൂവ് എന്ന് മുന്നിൽ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ ഇതിനകത്ത് പല മെത്തേഡുകളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും മെത്തേഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എവിഡൻസ് അപ്ലോഡ്. അവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ്. പ്രത്യേകിച്ചൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. നമുക്കൊരു നോട്ടിഫിക്കേഷൻ മെയിൽ വരും, ഒരു അപ്ഡേറ്റഡ് മെയിൽ വരും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മെയിലും നമുക്ക് വരും. അപ്പം നമുക്ക് അതിനകത്ത് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ വിസ എടുക്കാവുന്നതാണ്.